സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ കാണുന്നില്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് പെഡഗോജിക് അനാലിസിസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അന്ന് ഐലിമയായിരുന്നു പറഞ്ഞത്. ഐലിമ ഇന്ന് ഇല്ല, ഐലിമയായിരുന്നു അന്ന് പറഞ്ഞത്. ഒരു പോയം എടുത്തിട്ട് അത് ഒന്ന് ബ്ലൂംസ് ടാക്സോണമി വെച്ച് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം, എങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യാമെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് എനിക്കും തോന്നി അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരിക്കും, എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഗ്രേഡ് 9 ഒരു പോം എടുത്തിട്ട് നമുക്ക് അത് എങ്ങനെ ബ്ലൂംസ് ടാക്സോണമി യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് അതൊരു 5-10 മിനിറ്റ്സേ എടുക്കുള്ളൂ. അപ്പം ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പോമാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ബ്ലൂംസ് ടാക്സോണമി യൂസ് ചെയ്ത് അതിന്റെ നമുക്ക് ഓരോ ലെവൽസ് ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സും എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാമേ. അപ്പം ഈ ലേക്ക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയില്ല. ഇത് യേറ്റ്സിന്റെ ഒരു പോമാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് ലൈക്ക് ഇന്നിസ്ഫ്രീയില് ഈ യേറ്റ്സ് ചൈൽഡ്ഹുഡിൽ ഹി യൂസ് ടു ലിവ് ഇൻ ദിസ് പ്ലേസ് കോൾ ഇന്നിസ്ഫ്രീ. അപ്പം അവിടെ പുള്ളി ഒരു ഹി വാണ്ട്സ് ടു ബിൽഡ് എ ഹട്ട് ദെയർ. എന്നിട്ട് പുള്ളിയുടെ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് ജസ്റ്റ് ആ പോം ഒന്ന് വായിക്കാം. അപ്പം ഭയങ്കര സിമ്പിൾ സാധനമാണേ. I will arise and go now and go to Innisfree, and a small cabin built there of clay and wattles made. 9 bean rows will I have there, a hive for the honeybee, and live alone in the bee-loud glade. And I shall have some peace there, for peace comes dropping slow, dropping from the veils of the morning to where the cricket sings. There midnight's all a glimmer, and noon a purple glow, and evening full of the linnet's wings. I'll arise and go now, for always, night and day, I hear lake water lapping with low sounds by the shore. While I stand on the roadway or on the pavement's grey, I hear it in the deep heart's core. അപ്പം ഭയങ്കര സിമ്പിൾ ആണ്, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നിസ്ഫ്രീയിൽ പുള്ളിക്ക് പോകണമെന്നും അവിടെ ഹി വോണ്ട്സ് ടു ബിൽഡ് എ ഹൗസ് ദെയർ, പിന്നെ അവിടുത്തെ പ്ലേസിന്റെ പ്രത്യേകതകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക്ക് റീലിവിങ് ദ ചൈൽഡ്ഹുഡ് വേണം എന്നുള്ളൊരു സാധനമാണ് ഈ പോം. അപ്പം അത് നമുക്ക് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ റിമെമ്പറിംഗ് ആണ്. റിമെമ്പറിംഗിൽ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ലേൺ ദ ഫസ്റ്റ് ആൻസർ ഓഫ് ദ പോയിന്റ്. റിമെമ്പറിംഗ് എന്താണ്? റിട്രീവിംഗ് നോളജ് ഫ്രം മെമ്മറി. റിട്രീവിംഗ് നോളജ് ഫ്രം മെമ്മറിയാണ് റിമെമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒരു സ്റ്റാൻസ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ. റിട്രീവിംഗ് നോളജ് ഫ്രം മെമ്മറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഫസ്റ്റ് ആൻസർ ഓഫ് ദ പോം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സംഭവം. ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങൾ ആ കീ വേർഡ്സും കൂടെ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് കൊടുക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് എന്താണ്? കൺസ്ട്രക്ട് മീനിങ് ഫ്രം ഇൻസ്ട്രക്ഷണൽ മെസ്സേജസ് ഇൻക്ലൂഡിംഗ് ഓറൽ, റിട്ടൺ ആൻഡ് ഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ. അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വേർ ഡസ് യേറ്റ്സ് പ്രിഫർ ടു ബി? ലണ്ടനിലാണോ ലേക്ക് ഐലിലാണോ യേറ്റ്സിന് ജീവിക്കാൻ കൂടുതൽ ഇഷ്ടം? അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കുട്ടിക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കുട്ടി ഈ നമ്മള് പഠിപ്പിച്ച പോയത്തിൽ മീനിങ് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രമാണ് അതിന് ആൻസർ ചെയ്യാൻ പറ്റുക. ലണ്ടനിലാണോ ലേക്ക് ഐലിലാണോ കുട്ടിക്ക് യേറ്റ്സിന് ജീവിക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ ഹി ഷുഡ് ഹാവ് ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ദ മീനിങ് വിച്ച് വി ഹാവ് ട്രൈ ടു ഇമ്പാർട്ട് ടു ഹിം. അപ്പൊ അതാണ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അപ്ലൈയിങ് ആണ് മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. അപ്ലൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു പ്രൊസീജിയർ ഒരു ഫെമിലിയറോ അല്ലെങ്കിൽ അൺഫെമിലിയറോ ആയിട്ടുള്ള ഒരു ടാസ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈയിങ് ആസ് എ വേർഡ് സജസ്റ്റ്. അപ്പം അപ്ലൈയിങ്ങിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദ പോം, explain Yeats' use of rhythm and rhyme, and explain any other methods that Yeats uses to make the poem sound melodious. അപ്പം പോം മെലഡിയസ് ആക്കാൻ വേണ്ടി എങ്ങനെയാണ് യേറ്റ്സ് റിതമും റൈമും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിതം എന്താന്ന് അറിയണം, റൈം എന്താന്ന് അറിയണം, പോയത്തിൽ ഏതൊക്കെയാണ് റിതമും റൈമും എന്ന് അറിയണം, സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത നോളജ് അപ്ലൈ ചെയ്താലാണ് ആ പോയത്തിൽ എങ്ങനെയാണ് സ്ട്രക്ചർ എന്നൊക്കെ പറയാൻ പറ്റുക.
അപ്പം അതാണ് അപ്ലൈയിങ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനലൈസിങ് ആണ്. അപ്പം അനലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ ഓഫ് അനലൈസിങ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് മെറ്റീരിയൽ ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് ആൻഡ് ഡിറ്റർമിനിങ് ഹൗ ദ പാർട്സ് റിലേറ്റ് ടു വൺ അനദർ. അതേപോലെ ഒരു ഓവറോൾ സ്ട്രക്ചറിന് അത് എങ്ങനെ സെർവ് ചെയ്യുന്നു, ആ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എങ്ങനെ സെർവ് ചെയ്യുന്നു എന്നാണ് അനലൈസിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മൂഡ് ഓഫ് ദ പോം, ഹൗ ഡസ് യേറ്റ്സ് ക്രിയേറ്റ് ദിസ് മൂഡ്. അപ്പം എന്താണ് പോയത്തിന്റെ മൂഡ് എന്നുള്ളത് കുട്ടിയോട് ചോദിക്കുമ്പം കുട്ടി പറയണം നൊസ്റ്റാൾജിക് മൂഡാണ് എന്ന്. കുട്ടി അത് അനലൈസ് ചെയ്താൽ മാത്രമാണ് ആ പോയത്തിന്റെ ഓരോ മീനിങ്ങും അതിന്റെ റിതമും റൈമും ഒക്കെ അനലൈസ് ചെയ്താൽ മാത്രമാണ് കുട്ടിക്ക് വാട്ട് ഇസ് ദ മൂഡ് ഓഫ് ദ പോം എന്ന് പറയാൻ പറ്റുക. അതുപോലെ ഹൗ ഡസ് ദ പോയിറ്റ് ക്രിയേറ്റ് ദ മൂഡ് എന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിന്റെ റിതം ഇതാണ്, ഇതിന്റെ റൈം ഇതാണ്, പോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന സിമിലീസ് ഇതാണ്, മെറ്റഫേഴ്സ് ഇതാണ്, പോയിറ്റിക് ഡിവൈസ് എല്ലാം ഒന്നൊന്നായിട്ട് കുട്ടി അനലൈസ് ചെയ്താൽ മാത്രമാണ് കുട്ടിക്ക് പറയാൻ പറ്റുക ഇതൊക്കെ യൂസ് ചെയ്താണ് ഈ നൊസ്റ്റാൾജിക് മൂഡ് യേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതാണ് അനലൈസിങ് പ്രോസസ്സ്. കുട്ടി അക്വയർ ചെയ്തോ അല്ലെങ്കിൽ കുട്ടി അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. പിന്നെ വരുന്നത് ഇവാലുവേറ്റിംഗ് ആണ്. ഇവാലുവേറ്റിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മേക്ക് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പം നമ്മൾ ഗിവൺ ക്രൈറ്റീരിയയും ഗിവൺ സ്റ്റാൻഡേർഡ്സും യൂസ് ചെയ്ത് കുട്ടി ജഡ്ജ് ചെയ്യുന്നതാണ്. അപ്പം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിക്ക് 2 ഇമേജസ് ഫ്രം ദ പോം ദാറ്റ് യു തിങ്ക് ആർ പർട്ടിക്കുലർലി ഇഫക്റ്റീവ്. അതായത് നമ്മളിപ്പം പറഞ്ഞ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് പോയത്തിൽ നിങ്ങൾക്ക് തോന്നിയ 2 ഇമേജസ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് ഇഫക്റ്റീവ് ആയത്. അപ്പം ഇപ്പൊ ഇമേജസ് നമ്മൾ ഈ പോയം നോക്കുവാണെങ്കിൽ ബീ ഹൈവ് എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്, ലൈക്ക് 9 ബീൻ റോസ്. അപ്പം ലൈക്ക് കുട്ടി ഇപ്പം ഇതിനകത്തുനിന്ന് ഓരോ പെർട്ടിക്കുലർ ഇമേജ് എടുത്തിട്ട് ദിസ് ക്രിയേറ്റ്സ് എ ഹോൾ മൂഡ് ഓഫ് നൊസ്റ്റാൾജിയ എന്ന് പറയുവാണെങ്കിൽ ഹി ഹാസ് അണ്ടർസ്റ്റുഡ് ദ ഹോൾ തിങ്. കുട്ടിക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഒരു ഇമേജ് യൂസ് ചെയ്യുമ്പോൾ ഇന്നത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ റൈം യൂസ് ചെയ്യുമ്പോൾ ആ റൈം ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടി എന്താണ് റൈം എന്നൊക്കെ ആ ലെവൽസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കണം കുട്ടിക്ക് ഇവാലുവേറ്റ് ചെയ്തത് പറയാൻ പറ്റുക, കുട്ടിയുടേതായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് പറയാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ക്രിയേറ്റിംഗ് ആണ്, വിച്ച് ഇസ് ദ ഫൈനൽ. നമ്മൾ സിന്തസിസ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം പഠിച്ച ബ്ലൂംസ് ടാക്സോണമിയിലെ സ്റ്റേജ് ആണ് നമ്മൾ റിവിഷൻ വന്നപ്പോഴത്തേനും ഏറ്റവും ടോപ്പ് ലെയറിലായത്. അതാണ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് ദ എലമെന്റ്സ് ടുഗദർ ടു ഫോം എ കോഹിറന്റ് ഓർ എ ഫങ്ഷണൽ ഹോൾ, റീഓർഗനൈസിംഗ് എലമെന്റ്സ് ഇൻടു എ ന്യൂ പാറ്റേൺ ഓർ സ്ട്രക്ചർ. അപ്പൊ കുട്ടി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി റൈറ്റ് യുവർ ഓൺ പോയം ഓൺ എ സിമിലർ തീം, നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്, റിലിവിംഗ് ചൈൽഡ്ഹുഡ്, അങ്ങനത്തെ ഒരു തീമിൽ യു ക്രിയേറ്റ് യുവർ ഓൺ പോയം, ഇൻക്ലൂഡ് സം അല്യൂഷൻസ് ടു യേറ്റ്സ് പോയം ഇൻ യുവർ ഓൺ പോയം. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിക്ക് യേറ്റ്സ് പോയം എന്താണെന്ന് അറിയണം. അത് ലിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള എലമെന്റ്സ് ഒരു കൊഹിറന്റ് ആയിട്ട് കൊടുത്തിട്ട് ഈ നമ്മുടെ കുട്ടി എഴുതുന്ന പോയത്തിൽ അങ്ങനെ ഒരു സാധനം വരണം. അപ്പൊ അതാണ് പുട്ടിംഗ് എലമെന്റ്സ് ടുഗദർ ടു ഫോം എ കൊഹിറന്റ് ഓർ എ ഫങ്ഷണൽ ഹോൾ. അപ്പൊ നമ്മൾ പഠിപ്പിച്ച പോയം മൊത്തത്തിൽ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. ഹി ഷുഡ് ബി ക്രിയേറ്റിംഗ് സംതിങ് ഓൺ ഹിസ് ഓൺ. അപ്പം ഈ ഒരു ആക്ടിവിറ്റി കൊടുത്താലായിരിക്കണം നമുക്ക് ആ ഒരു ലെവല് നമ്മുടെ വേർഡ് അറ്റൈൻ ചെയ്തോ ഇല്ലേന്ന് അറിയാൻ പറ്റുക. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അത് ആക്ച്വലി ഐലിമയായിരുന്നു അതൊന്ന് ചോദിച്ചത്, പക്ഷെ ഐലിമ ഇന്നില്ല. അപ്പൊ അതാണ് സംഭവം. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പെഡഗോജിക് അനാലിസിസ്. നിങ്ങൾ സിലബസ് ഒക്കെ നിങ്ങളൊക്കെ ബാക്ക് ഓൺ ട്രാക്ക് അല്ലേ, അതോ ഓണത്തിൽ നിൽക്കുവാണോ ഇപ്പോഴും? ഭയങ്കര ഗ്യാപ്പ് ആയിപ്പോ, ലൈക്ക് 3-4 days ഗ്യാപ്പ് ആയിപ്പോ. എനിക്ക് തോന്നുന്നു ഞാൻ 1 week കഴിഞ്ഞാണ് ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ സിലബസിൽ നമ്മൾ ഇതുവരെ കവർ, എപ്പോഴും കീപ് യുവർ സിലബസ് വിത്ത് യു. സിലബസുമായിട്ട് എപ്പോഴും നമ്മൾ നോക്കി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഫുൾ എന്തൊക്കെയോ അങ്ങ് പഠിച്ചു പോകും. അപ്പൊ അത് വേണ്ട. അപ്പൊ നമ്മൾ ഇതുവരെ എയിംസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പെഡഗോജിക് അനാലിസിസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെഡഗോജിക് അനാലിസിസ് നമ്മൾ ജസ്റ്റ് എന്താണ് പെഡഗോജിക് അനാലിസിസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ അതും നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് കുറച്ച് സ്റ്റാർട്ടും ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെഡഗോജിക് അനാലിസിസ് നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയേണ്ടി വരും തോന്നുന്നു, മൊത്തം ടച്ച് പോയിരിക്കുമായിരിക്കും. അപ്പം പെഡഗോജിക് അനാലിസിസിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറഞ്ഞായിരുന്നു.
അപ്പൊ ആ വേർഡ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പെഡഗോജിയും അനാലിസിസും ചേർന്നാണ് പെഡഗോജിക് അനാലിസിസ് വരുന്നത്. പെഡഗോജി നമ്മൾ അന്ന് പറഞ്ഞ പോലെ ബോധന ശാസ്ത്രം എന്നൊക്കെ പറയുന്ന ദ ആർട്ട് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ദ ടെക്നീക്ക് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് ടീച്ചിങ് ഒക്കെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. പിന്നെ പെഡഗോജിക് അനാലിസിസ് എന്താന്ന് പറഞ്ഞു, പെഡഗോജി എന്ന് പറഞ്ഞ വേർഡ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു, പിന്നെ അങ്ങനെ പെയ്തോസ് അഗോഗോസ് എന്ന് പറഞ്ഞു, ടു ലീഡ് എ ചൈൽഡ്. ആൻഡ് നമ്മൾ ആ ടീച്ചിങ് ആസ്പെക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് പെഡഗോജിക് അനാലിസിസ്, അല്ലാതെ ലേണിംഗ് ആസ്പെക്റ്റിലല്ല, അതൊക്കെ പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പെഡഗോജിക് അനാലിസിസ് നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിട്ടുപോയി കാണും എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിപ്പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ സയന്റിഫിക് ആക്കാനാണ് പെഡഗോജി. ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ അതാണ്, കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും നമുക്ക് നമ്മുടെ പഠിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴും ഒരു പെഡഗോജിക് അനാലിസിസ് നമ്മൾ നടത്തി കഴിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ലെസൺ പ്ലാനോടുകൂടി ക്ലാസ്സിൽ പോകുന്ന ടീച്ചറും ഒരു ലെസൺ പ്ലാൻ ഇല്ലാതെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ക്ലാസ്സിൽ പോകുന്ന ടീച്ചറിന്റെയും ക്ലാസ്സുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദ ഡിഫറൻസ് ഇസ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ബിക്കംസ് മോർ സയന്റിഫിക്, ഇറ്റ് വിൽ ബി വെരി സിസ്റ്റമാറ്റിക്. നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഈ ക്ലാസ് കഴിയുമ്പോൾ കുട്ടി എന്തെല്ലാം അച്ചീവ് ചെയ്ത് കഴിയണം എന്നറിയാം. അതൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കാൻ എപ്പോഴും ദർ ഷുഡ് ബി എ പ്രോപ്പർ പ്ലാനിങ് ബിഹൈൻഡ്, ദർ ഷുഡ് ബി എ പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് ഹാപ്പനിങ് ബിഹൈൻഡ്. പിന്നെ ടു ക്രിട്ടിക്കലി ഡിസൈഡ് അപ്പോൺ എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ കോഴ്സ്. എന്തൊക്കെ ആയിരിക്കണം ഇതിന്റെ ഒരു എയിം, എന്തായിരിക്കണം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ദ കോഴ്സ്, ഇതെല്ലാം നമുക്ക് നേരത്തെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെഡഗോജിക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ടു അനലൈസ് ദ കോഴ്സ് കണ്ടന്റ് ഇൻ ടു ഇഫക്റ്റീവ് ടീച്ചിങ് യൂണിറ്റ്സ്. നമ്മൾ പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ് നമുക്ക് ഓരോന്നിനെയും ഒരു യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അത് നെക്സ്റ്റിന് പറയും കേട്ടോ, എന്താണ് യൂണിറ്റ് പ്ലാൻ എന്താണ്, കണ്ടന്റ് പ്ലാൻ എന്താണ് എന്നൊക്കെ. അപ്പൊ നമുക്ക് ഈ യൂണിറ്റ് പ്ലാൻ ആണ് വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്ലാൻ എന്ന്, ഒരു പെഡഗോജിക് പ്ലാനിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലാൻ ആണ്. അപ്പം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടീച്ചിങ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ നേരത്തെ പ്രയർ ടു അവർ ടീച്ചിങ് നമ്മൾ പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ്. ടു അപ്ലൈ പ്രോപ്പർ ടീച്ചിങ് സ്ട്രാറ്റജി, നമ്മൾ എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി, എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് പെഡഗോജിക് അനാലിസിസ് ചെയ്താലാണ് മനസ്സിലാവുക. To evaluate, to make a critical evaluation of the effectiveness of the topics in the curriculum. എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ടോപ്പിക്സ് ടു അച്ചീവ് എ ലാർജർ എയിം, നമ്മുടെ കരിക്കുലത്തിൽ ഉള്ള ടോപ്പിക്സ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് ഹാപ്പൻ ചെയ്യുമ്പോഴാണ്. ഇനി അന്ന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തായിരുന്നു. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ട് തോന്നില്ല. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്കോപ്പ് ഭയങ്കര കുറവാണ് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് എന്ന്. പിന്നെ 4 pillars ഓഫ് പെഡഗോജിക് അനാലിസിസ് എന്താന്ന് പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, സെലക്ഷൻ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, സെലക്ഷൻ ഓഫ് ഇവാലുവേഷൻ ഡിവൈസസ്. അപ്പം ആദ്യം കണ്ടന്റ് അനാലിസിസ്, അപ്പൊ ഇതൊരു സൈക്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടന്റ് അനാലിസിസ്, ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ലൈക്ക് ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എത്രത്തോളം അറ്റൈൻ ചെയ്തു നോക്കിയിട്ട് അഗെയിൻ വി വിൽ ഗോ ഇൻ ടു കണ്ടന്റ് അനാലിസിസ്, അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇറ്റ്സ് എ സൈക്കിൾ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞായിരുന്നു. കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ കണ്ടന്റ് ഇൻ ടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്വന്റ് സബ് യൂണിറ്റ്സ്, സബ് ടോപ്പിക്സ് ടു മേക്ക് ദ കണ്ടന്റ് സിസ്റ്റമാറ്റിക് ആൻഡ് മീനിങ് ഫുൾ. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പൊ ഇതിനകത്ത് ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ 4 പില്ലേഴ്സ് എന്തൊക്കെയാണ്. കണ്ടന്റ് അനാലിസിസ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, പിന്നെ മൂന്നാമത്തത് എങ്ങനെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് ചൂസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് ഇവാലുവേഷൻ ടെക്നിക്ക് എന്താണ് എന്ന് ചൂസ് ചെയ്യുന്നതുമാണ് ആ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് ആകെ ഓർത്തിരിക്കണം എന്ന് എനിക്ക് ഒരു ഒബ്ജക്റ്റീവില് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പെഡഗോജിക് അനാലിസിസ് പറഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. A teacher carefully formulates instructional objectives in behavioral terms as students are expected to demonstrate
ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിഹേവിയറൽ ഔട്ട്കംസ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം മനസ്സിൽ വെക്കേണ്ടത്? എപ്പോഴും ബിഹേവിയറൽ ഔട്ട്കം ആണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബ്രിങ് അബൌട്ട് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് ആണ്. അപ്പോൾ എപ്പോഴും ബിഹേവിയറൽ ഔട്ട്കം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മൂന്നാമത്തത് ലൈക്ക് ടു ചൂസ് ദ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്തായിരിക്കണം സ്ട്രാറ്റജി എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ചോക്ക് ബോർഡ് ആണോ ICT ആണോ, അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇവാലുവേഷൻ ഡിവൈസസ് ചെയ്യുന്നതാണ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇവാലുവേഷൻ ആണ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ലേന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന സംഭവം. The behavioral outcomes are measured with the help of evaluation devices which can be oral, written or practical activities. ഏത് രീതിയിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അത് തന്നെ നമ്മൾ ലൈക്ക് ആ സൈക്കിൾ നമ്മൾ ഒന്നുകൂടെ കാണിച്ചായിരുന്നു. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ഇവാലുവേഷൻ ഡിവൈസസ്, അഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു കണ്ടന്റ് അനാലിസിസ്. അങ്ങനെ ഇത് ചെയ്ത് വരും. ഇറ്റ്സ് എ സൈക്കിൾ. പിന്നെ നമ്മൾ നീഡ്സിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് ഇതിന്റെ ആവശ്യം, അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പം എന്താണ് ശരിക്കും ഒരു പെഡഗോജിക് അനാലിസിസ് നടത്തേണ്ട ആവശ്യം എന്നുള്ളതാണ്. Pedagogic analysis is ultimately it's a master plan that includes details of what is to be done by the teacher, the instructional strategies, the instructional equipment to be used, and the cardinal objective of instruction. നമ്മൾ ബേസിക്കലി പറയുവാണെങ്കിൽ പെഡഗോജിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാസ്റ്റർ പ്ലാൻ ഓഫ് ദ ടീച്ചർ. എന്താണ് ഞാൻ ക്ലാസ്സിൽ പോയി ചെയ്യേണ്ടത്, വാട്ട് ഐ ഷുഡ് ഡു വെൻ ഐ ഗോ ടു ക്ലാസ്, വാട്ട് ഷുഡ് ബി മൈ സ്ട്രാറ്റജി ഓഫ് ഇൻസ്ട്രക്ഷൻ, എന്ത് ടൂൾസ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ 4 പില്ലേഴ്സ് തന്നെയാണ്. എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, ഞാൻ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ശരിക്കും ലൈക്ക് നമ്മുടെ ആ ഒരു പ്ലാൻ എന്താണോ, ലൈക്ക് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് അവർ പ്ലാൻ, അതുപോലെ ഇരിക്കും ദ ക്വാളിറ്റി ഓഫ് അവർ ടീച്ചിങ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇൻ ഫ്യൂച്ചർ നമ്മൾ ടീച്ചേഴ്സ് ആവുമ്പോഴും ലൈക്ക് വി ഷുഡ് ഹാവ് എ പ്ലാൻ ബിഫോർ ഗോയിങ് ടു ക്ലാസ്. വേഗം റഷ് ചെയ്തിട്ട് പോയി പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലം നോക്കിയാൽ അറിയാം. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന ടീച്ചറും ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ റഷ് ചെയ്ത് വന്ന് ക്ലാസ്സിൽ എടുക്കുന്ന ടീച്ചറിന്റെയും ക്ലാസ് തമ്മിൽ ദർ വിൽ ബി എ റിമാർക്കബിൾ ഡിഫറൻസ്. അപ്പം അത് തന്നെയാണ് പെഡഗോജിക് അനാലിസിസിന്റെ നീഡും. ലൈക്ക് നമുക്ക് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സ് നടക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ പ്ലാൻ. ഓക്കെ. സോ ദാറ്റ്സ് എ പ്രൈമറി നീഡ് ഓഫ് ഹാവിംഗ് ഓർ ഡൂയിങ് എ പെഡഗോജിക് അനാലിസിസ് ബിഫോർ ടീച്ചിങ്. രണ്ടാമത്തത് എ കോംപ്രിഹെൻസീവ് വിഷൻ ഓഫ് റിക്വയർഡ് ടാസ്ക്, സ്ട്രാറ്റജീസ് ഫോർ റിയലൈസേഷൻ ഓഫ് സ്പെസിഫിക് ഗോൾസ് ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ടീച്ചിങ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എന്തൊക്കെ ടാസ്കുകളാണ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കേണ്ടത്, എന്തൊക്കെ ആയിരിക്കണം സ്ട്രാറ്റജീസ് നമ്മുടെ ആ ഒരു സ്പെസിഫിക് ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ എപ്പോഴും ദ ടീച്ചിങ് വിൽ ബി റിയലി എഫക്റ്റീവ്. പക്ഷെ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ ക്ലാസ്സിൽ പോയിട്ട് ജസ്റ്റ് പെട്ടെന്ന് ലെസൺ എടുത്ത് പഠിപ്പിക്കുന്നതും, നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ എന്തൊക്കെ ടാസ്കുകളാണ് ഞാൻ എന്തൊക്കെയാണ് എന്റെ പ്രൈമറിലി ആലോചിക്കേണ്ടത്, എന്തൊക്കെയാണ് എന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മൈ ക്ലാസ്, ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വാട്ട് ഷുഡ് ബി ദ ടാസ്ക് ദാറ്റ് ഐ ഹാവ് ടു ഡു, വാട്ട് വിൽ ബി ദ റിക്വയർഡ് ടാസ്ക്, ആൻഡ് വാട്ട് ഷുഡ് ബി ദ സ്ട്രാറ്റജി ദാറ്റ് ഐ അഡോപ്റ്റ് ആസ് എ ടീച്ചർ ഫോർ റിയലൈസിങ് ദീസ് സ്പെസിഫിക് ഗോൾസ്. അപ്പം ഇത്രയും നേരത്തെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു വ്യൂ ടീച്ചറിനുണ്ട്, ഒരു വിഷൻ ടീച്ചറിനുണ്ടെങ്കിൽ ദ ടീച്ചിങ് വിൽ ബി റിയലി എഫക്റ്റീവ്. അപ്പൊ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് പെഡഗോജിക് അനാലിസിസ് നമ്മൾ നേരത്തെ നടത്തേണ്ട ആവശ്യം. So pedagogic analysis offers enormous potential for improving the delivery of information in all form of education. അപ്പം നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ കുട്ടിക്ക് ഡെലിവർ ചെയ്യുന്ന ആ പ്രോസസ് ഭയങ്കര ഇഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആകാൻ വേണ്ടിയാണ് പെഡഗോജിക് അനാലിസിസ് നടത്തേണ്ടത്. ഭയങ്കര റെപ്പറ്റീഷൻ ആയിട്ട് തോന്നും, ഭയങ്കര ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ, ബട്ട് സ്റ്റിൽ ഫോർ ദ സേക്ക് ഓഫ് എന്റെ ഒരു സമാധാനത്തിന് ഞാനങ്ങ് പറയുന്നതാണ്. പിന്നെ ഇൻവോൾവ്സ് വേരിയസ് ലോജിക്കൽ സ്റ്റെപ്സ് ടു അറൈവ് അറ്റ് ലോജിക്കൽ ഇൻഫറൻസ്. അതായത് നമ്മുടെ ടീച്ചിങ്, അതായത് നമ്മുടെ ടീച്ചിങ്ങിൽ നമ്മൾ കുട്ടിക്ക് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കേണ്ട ഇൻഫർമേഷൻ, ലൈക്ക് ബേസിക് സാധനം, അതാ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി കൂടെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചോദിക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കുട്ടിക്ക് ഡെലിവർ ചെയ്യേണ്ടത്, അങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും
പെഡഗോജിക് അനാലിസിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പെഡഗോജിക് അനാലിസിസ് ഈസ് ദ ബേസ്. ഹെൽപ്ഫുൾ ആണെന്നല്ല, അത് തന്നെയാണ് വേണ്ടത്, ചെയ്യണം, ഇറ്റ്സ് എ മസ്റ്റ്. പിന്നെ helps students to understand the concept, principles and phenomena more effectively. Okay. അപ്പം അതത്രയും, അതൊക്കെയാണ് നീഡ്സിൽ ഇനിയും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മിനിറ്റ്, എന്റെ നെവ്യൂ ഉണ്ട്, അവൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ. ഹെൽപ്സ് ടീച്ചർ ടു ഇംപ്ലിമെന്റ് പ്രോപ്പർ ഇവാലുവേഷൻ പ്രൊസീജിയർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 4 പില്ലേഴ്സ്. അപ്പൊ അതിനകത്ത് 4ാമത്തെ സാധനമാണ് ഇവാലുവേഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം. അത് നമുക്ക് ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിലാണ് പറ്റുക. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്, അതായത് നമ്മൾ എപ്പോഴും ഇവാലുവേഷൻ നടത്തുന്നതും ഹൗ ഇഫക്റ്റീവ് അവർ ടീച്ചിങ് വാസ് എന്ന് അറിയാനാണ്. അല്ലാതെ കുട്ടി പഠിച്ചോ പഠിച്ചില്ല അതല്ല. നമ്മൾ എപ്പോഴും എക്സാമിന്റെ ഒരു ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ടീച്ചിങ് എത്ര ഇഫക്റ്റീവ് ആയിരുന്നു എന്നാണ് എപ്പോഴും ഓരോ എക്സാമിന്റെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പം ടീച്ചറിന് ആ പെഡഗോജിക് അനാലിസിസ് പ്രോപ്പർലി നടത്തിയ ഒരു ടീച്ചറിന് മാത്രമാണ് പ്രോപ്പറായിട്ട് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഇനി നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ സെറ്റിങ്ങിന്റെ സംഭവമല്ല ഇനി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തും കാണാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിക് സംഭവം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ടീച്ചറിന് പ്രോപ്പറായിട്ട് ഇവാലുവേഷൻ പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നല്ലൊരു പെഡഗോജിക് അനാലിസിസ് നടത്തിയാലാണ്. ഹെൽപ്സ് ടീച്ചർ ടു ഡിസൈൻ എ പ്ലാൻ ഓഫ് ആക്ഷൻ for immediate feedback, diagnosis and remediation. അതേപോലെ തന്നെ ടീച്ചറിന് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ വാട്ട് ഷുഡ് ബി മൈ പ്ലാൻ ഓഫ് ആക്ഷൻ നെക്സ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് കുട്ടിക്ക് എന്തൊക്കെയാണ് മനസ്സിലാകാതെ പോയത്, എന്തിലൊക്കെയാണ് ഞാൻ ആ നോളജ് ഇമ്പാർട്ട് ചെയ്തതിൽ ഫെയിൽ ആയത്, അതിനെ റെമഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നെല്ലാം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെങ്കിലും there should be a pedagogic analysis and makes the instruction system more systematic and content appropriate. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാറ്റിക്കും അതേപോലെ തന്നെ കണ്ടന്റ് അപ്രോപ്രിയേറ്റും നമ്മുടെ ഇൻസ്ട്രക്ഷൻ സിസ്റ്റം ആകുന്നത് ഒരു പ്ലാനിങ് നേരത്തെ നടത്തുമ്പോഴാണ്. ലൈക്ക് ഓൾ ഓഫ് യു വിൽ ബി ടീച്ചേഴ്സ്. പക്ഷെ നിങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഇനീഷ്യൽ ക്ലാസ്സസിലൊക്കെ, അതായത് ഈ പഠിപ്പിക്കാൻ പോവാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ PG ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പഠിപ്പിക്കാൻ, ആ ഒരു സമയത്ത് നമ്മൾ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി പോകും. ആൻഡ് നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷേ അന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്സസും നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ലെസൺ പ്ലാൻ ഇല്ലാതെ പോയി എടുത്താലുള്ള ക്ലാസ്സസും തമ്മിൽ ദെർ വിൽ എ ഹ്യൂജ് ഡിഫറൻസ്. അതായത് നമുക്ക് ഈ ലെസൺ പ്ലാൻ ഉണ്ടാക്കുമ്പോഴത്തെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ഫ്രെയിം ചെയ്യും. അപ്പം ആ ഒബ്ജക്റ്റീവ് മനസ്സിലുണ്ടായാലാണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും അതേപോലെ തന്നെ വെറുതെ നമ്മൾ ഡൈവേർട്ടിന് എന്തൊക്കെയോ പറയുകയല്ലാതെ കണ്ടന്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്നതും എപ്പോഴും when there is a pedagogic analysis behind, അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടക്കുക. അതേപോലെ റിവീൽസ് ദ പ്ലേസ് ഓഫ് സബ്ജക്ട് ഇൻ ഓൾ ദ എഡ്യൂക്കേഷണൽ പ്രോസസ്. അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിന്റെ പ്ലേസ്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ പ്ലേസ് എവിടെയാണ്. ലൈക്ക് ഇപ്പം തന്നെ നമ്മൾ ഈ പെഡഗോജിക് അനാലിസിസ് പഠിക്കുന്നു. അപ്പം നമ്മുടെ ഒരു സ്റ്റഡിയിൽ, നമ്മുടെ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ പെഡഗോജിക് അനാലിസിസിന് സ്ഥാനം എവിടെയാണ്, വൈ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ ലേണർ എന്നുള്ള സംഭവം നമുക്ക് നേരത്തെ സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അത് കുട്ടിക്ക് റിവീൽ ചെയ്ത് കൊടുക്കാൻ പറ്റണം, ലൈക്ക് ഇൻ ദ കോഴ്സ് ഓഫ് അവർ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. അപ്പം അതൊക്കെ നടക്കുക when there is a pedagogic analysis behind our class. Okay. And it gives an insight to the teacher to plan his teaching. എപ്പോഴും like how my class should be, how should I deliver the information, എന്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് ടീച്ചറിന് ഒരു ഇൻസൈറ്റ് കിട്ടുക എപ്പോഴും പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ്. നമ്മൾ ലെസൺ പ്ലാൻ ഓർത്തു കഴിഞ്ഞാൽ അറിയാം, റെസ്പോൺസ് ഓഫ് ദ ലേണർ എന്താണെന്നുള്ളത് ഒരു കോളം ഉണ്ടാവും. ലൈക്ക് ആഫ്റ്റർ ദ ക്ലാസ് ആണ് എഴുതേണ്ടത്, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ അത് ആലോചിക്കും എന്തായിരിക്കും റെസ്പോൺസ് എന്നുള്ളത്. അപ്പം കുട്ടിക്ക് മനസ്സിലാവില്ലേ, എങ്ങനെയായിരിക്കും കുട്ടി റെസ്പോണ്ട് ചെയ്യുക, അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കണം തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് ആ ഒരു ഇൻസൈറ്റ് വരിക when there is a pedagogic analysis behind. പിന്നെയുള്ളത് distinguishes the objectives of teaching subjects at different levels and in different medium from each other. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു നമ്മുടെ 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ്, ആ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഓരോ ലെവൽസ് അറ്റൈൻ ചെയ്യാനും നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കൊടുക്കേണ്ടത്,
നമ്മൾ ഓരോ ആക്ടിവിറ്റി കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്ത് മീഡിയത്തിലൂടെയാണ് ഞാൻ ആ ഒബ്ജക്റ്റീവ്സ് കുട്ടിക്ക് അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്. ലൈക്ക് ചിലപ്പം നമ്മൾ ICT യൂസ് ചെയ്തായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നിസ്ട്രിയുടെ കാര്യം പറഞ്ഞില്ലേ, കുട്ടിക്ക് നമ്മളൊരു ഇമേജ് കാണിച്ചു കൊടുത്താൽ അല്ലാതെ ഈ ഇന്നിസ്ട്രി മനസ്സിലാവണം എന്നില്ല. ഞാൻ ഇന്നിസ്ട്രിയുടെ ഒരു സാധനം ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറ്റേ PDF ആയിട്ട് നോട്ട്സ് തരുമ്പോൾ നോക്കിയാൽ മതി, ആ ഫെസ്റ്റിലുള്ളത്. അത് ഇന്നിസ്ട്രിയുടെ ഒരു ഡ്രോയിങ് ആണ്. ലൈക്ക് ഇന്നിസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടും സെറീനായിട്ടും ഉള്ള ഒരു പ്ലേസ് ആണ്. ലേക്ക് സൈഡിൽ ഒരു ഹട്ടും അങ്ങനത്തെ ഒരു നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ കിട്ടേണ്ടതാണ്. അപ്പം അത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള എന്ത് മീഡിയത്തിലൂടെ, അപ്പൊ അത് കാണിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് അത് മനസ്സിൽ കിട്ടുക. ഇപ്പം ലണ്ടനോ അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്ത ഒരു ലണ്ടനിലെ ലേക്സ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും ഇല്ലാത്തൊരു കുട്ടിക്ക് ചിലപ്പം ആ പോം ഒരു നീഡ് നോട്ട് മേക്ക് എനി സെൻസ്. അപ്പൊ നമ്മളത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് പറ്റുക. അപ്പം അതൊക്കെ നമുക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക എപ്പോഴും പെഡഗോജിക് അനാലിസിസ് നടത്തിയാലാണ്. ഓക്കെ, പിന്നെന്താണ്, ഒരു മിനിറ്റ്. പിന്നെ pedagogic analysis is a tool to achieve the cognitive, effective and psychomotor development of a student. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതായത് കുട്ടി കോഗ്നേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതും അഫക്റ്റീവ് ഡൊമൈനിൽ ഡെവലപ്പ് ചെയ്യേണ്ടതും സൈക്കോമോട്ടർ ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടതിനും ഒക്കെ ഉള്ള ആക്ടിവിറ്റീസ് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുമ്പോഴാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക. അല്ലാതെ വെറുതെ പഠിപ്പിച്ചു എന്തെങ്കിലും അച്ചീവ് ചെയ്താലായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ലെസൺ പ്ലാൻ ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ്. അങ്ങനെ ഒരു ക്ലാസ് ഇല്ല. എല്ലാ ക്ലാസ്സിന്റെയും ഒരു ഐഡിയൽ ക്ലാസ്സിന്റെയും പിന്നിൽ there is a pedagogic analysis behind. അപ്പം ആ നമ്മുടെ 3 ഡൊമൈൻസിലും കുട്ടിയെ ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി ഉള്ളൊരു ഇഫക്റ്റീവ് ടൂളാണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡഗോജിക് അനാലിസിസ്? മൈറ്റ് ബി റെപ്പിറ്റേഷൻ, പക്ഷെ സിലബസിൽ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനും അങ്ങനെ തന്നെ പോകുന്നേ ഉള്ളൂ. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ 4 സാധനമാണ് കേട്ടോ. അതായത് ആ 4 പില്ലേഴ്സ്, ആ ഒരു ഇമേജ് മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു. ഇത് മാത്രം നിങ്ങൾ റിവിഷന് വേണ്ടി ഒരു നോട്ട് ഉണ്ടാക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് കാര്യം എക്സാം എപ്പോഴെങ്കിലും ആയിരിക്കും നടക്കുന്നത്. ഫോർ യുവർ റിവിഷൻ നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കണം. അതിനകത്ത് വേണ്ട മിനിമം സാധനം മാത്രം എഴുതി പോവാം. അങ്ങനെ എഴുതുമ്പം നമ്മുടെ ഈ ഒരു പെഡഗോജിക് അനാലിസിസിന്റെ അകത്തുനിന്ന് ആകെ നിങ്ങൾ എഴുതേണ്ടത് ഇത് മാത്രമായിരിക്കും. ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, ആ സ്റ്റെപ്പ് മാത്രം ഒറ്റ വരിയിൽ എഴുതി വെക്കുക. അത് മാത്രമാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട സാധനം. കമ്പോണൻസ് എന്തൊക്കെയാണ് പെഡഗോജിക് അനാലിസിസിന്റെ. അതല്ലാതെ ബാക്കി സംഭവം എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. മനസ്സിലാക്കി പോവുക. പക്ഷെ ഇതിനകത്ത് ആകെ ഓർത്തിരിക്കേണ്ട ഈ നാല് സാധനം മാത്രമാണ്. കണ്ടന്റ് അനാലിസിസ്, ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, സെലക്ഷൻ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, ഇവാലുവേഷൻ ഡിവൈസസ്. പിന്നെ ഇതൊരു സൈക്കിളാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബിഹേവിയറൽ ചേഞ്ച് ആണ് എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത് കുട്ടിയുടെ. അത് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള സാധനമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഫോർ ദ സേക്ക് ഓഫ് ആ ഒരു കംപ്ലീറ്റ് ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ പെഡഗോജിക് അനാലിസിസ് മനസ്സിലാക്കിയത് കറക്റ്റ് ആണോ അറിയാനായിട്ട്. അപ്പൊ ഈ പെഡഗോജിക് അനാലിസിസിന്റെ ഒരു ഫിസിക്കൽ ഫോം ആണ് ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? ലെസൺ പ്ലാൻ അല്ല സാഹിത്യ, കുറെ സാധനമുണ്ട്. യൂണിറ്റ് പ്ലാൻ ഉണ്ട്, കണ്ടന്റ് പ്ലാൻ ഉണ്ട്, ലെസൺ പ്ലാൻ ഉണ്ട്. അത് നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അതാണ് മൊത്തത്തിലുള്ള പ്ലാനിങ് ആണ്. ഹൗ ഐ ഷുഡ് ടീച്ച് എന്നുള്ളതിന്റെ പ്ലാനിങ് ആണ്. അതിനൊക്കെ മുമ്പുള്ള ഒരു പ്രോസസ് ആണ് പെഡഗോജിക് അനാലിസിസ്. പെഡഗോജിക് അനാലിസിസിന്റെ ഫിസിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും കണ്ടന്റ് പ്ലാനും ഒക്കെയാണ്. കാണാൻ പറ്റുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലെസൺ പ്ലാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ആ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ പിന്നിലുള്ള മേ ബി ഫിസിക്കലി കാണാൻ പറ്റാത്ത സാധനമാണ് പെഡഗോജി. ആ ഒരു പ്രോസസ്സാണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പെഡഗോജിക് അനാലിസിസ് സിഗ്നിഫിക്കൻസ്? വൈ ഇസ് ഇറ്റ് റെലവെന്റ് ടു എ ടീച്ചർ?
it improves the quality of learning. എപ്പോഴും സിസ്റ്റമാറ്റിക്കും സയന്റിഫിക്കും ആകുമ്പോഴാണല്ലോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് വിൽ ബി മോർ റിസപ്റ്റീവ് ഡ്യൂറിംഗ് ലേണിംഗ് സെഷൻസ്. കാരണം എന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മുടെ ടീച്ചിങ്. നമ്മൾ ഓൾറെഡി സെറ്റ് ആണ്. ഇതൊക്കെയാണ് എനിക്ക് അറ്റൈൻ ചെയ്യാൻ ഒബ്ജക്റ്റീവ്സ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ആയിരിക്കണം ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് ആക്ടിവിറ്റി സെർച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ, ഓൾറെഡി പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര റിസപ്റ്റീവ് ആയിരിക്കും. കാരണം കുട്ടികളെ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യാൻ വിടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ക്ലാസ് റൂമിൽ. ബിക്കോസ് ടീച്ചർ ഓൾറെഡി ഹാസ് എ വിഷൻ ഓഫ് ഹൗ ഹിസ് ക്ലാസ് ഇസ് ഗോയിങ് ടു ബി, ഹൗ ദ സ്റ്റുഡൻസ് ഷുഡ് റെസ്പോണ്ട്, ഹൗ ദ സ്റ്റുഡൻസ് വിൽ റെസ്പോണ്ട്, ഹൗ ഐ എം ഗോയിങ് ടു റെസ്പോണ്ട് ബാക്ക് ടു ദെയർ റെസ്പോൺസസ്. ലേണർ റെസ്പോൺസിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇതെല്ലാം ഓൾറെഡി ഒരു നല്ല പെഡഗോജിക് അനാലിസിസ് നടത്തി ക്ലാസ് റൂമിൽ പോകുന്ന ടീച്ചറിന്റെ മൈൻഡിൽ ആ ഒരു വിഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷൻ ഉള്ള ടീച്ചറിന്റെ ക്ലാസ്സിൽ ദ സ്റ്റുഡൻസ് വിൽ ഡെഫിനറ്റ്ലി ബി മോർ റിസപ്റ്റീവ് ആൻഡ് ഇംപ്രൂവ്ഡ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ. എപ്പോഴും കുട്ടികൾ കുറച്ചും കൂടെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. നോളജ് വിൽ ബി ഇമ്പാർട്ടഡ് ഇഫക്റ്റീവ്ലി അക്രോസ് എ സ്പെക്ട്രം ഓഫ് ലേണേഴ്സ്. അതായത് നമ്മൾ എപ്പോഴും ഒരു പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പം നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ലേണേഴ്സിനെയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ പ്ലാൻ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലെവലിലുള്ള ലേണേഴ്സിനെയും അവരുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും, അത്തരം സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് എല്ലാ ലെവൽസിലുള്ള ലേണേഴ്സിനും നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. സോ നോളജ് ക്യാൻ ബി ഇമ്പാർട്ടഡ് ഇഫക്റ്റീവ്ലി അക്രോസ് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ടു ലേണേഴ്സ് ഓഫ് ഡിഫറെന്റ് ലെയേഴ്സ് ഓർ ലെവൽസ്. അപ്പം അങ്ങനെ ഒരു ഹ്യൂജ് സ്പെക്ട്രം ഓഫ് ലേണേഴ്സിന് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു പ്രയർ പെഡഗോജിക് അനാലിസിസ് നടക്കുമ്പോഴാണ്. അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഹയർ കോഗ്നിറ്റീവ് സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്. എപ്പോഴും പെഡഗോജിക് അനാലിസിസ് നമ്മൾ പ്രോപ്പറായിട്ട് നടത്തുമ്പോഴാണ് നമുക്ക് ടൈം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതും ഓരോ എല്ലാ ഡൊമൈൻസ് 3 ഡൊമൈൻസ് നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഒരു ഹയർ കോഗ്നിറ്റീവ് സ്കിൽസ് നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അത്തരം ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത് ഒക്കെ പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കുട്ടികളിൽ അത്രത്തോളം കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. എപ്പോഴും കോഗ്നിറ്റീവ് സ്കിൽസ് കുട്ടികളിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള കോഗ്നിറ്റീവ് സ്കിൽസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ്. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഈ സൈക്കോമോട്ടോ ലെവലിൽ ഒരിക്കലും മിക്ക ക്ലാസ് റൂംസും പോവാറില്ല. അതായത് കുട്ടി ഒരു ആക്ഷനിലേക്ക് പോവാറില്ല. അതായത് ഇപ്പോ നമ്മൾ അന്ന് പറഞ്ഞില്ലേ മാമ്പഴം പോയിന്റെ കാര്യം. അപ്പം കുട്ടി അത് കണ്ടു, എംപതൈസ് ചെയ്തു. അപ്പം അഫക്റ്റീവും കോഗ്നിറ്റീവും ചിലപ്പോൾ കുട്ടി അക്വയർ ചെയ്യുമായിരിക്കും. പക്ഷെ അത് കുട്ടി ഒരു ആക്ഷനിലേക്ക്, അതായത് വേറെ ഒരു അമ്മ അത് ചെയ്യുമ്പം അത് ചെയ്യണ്ട, ലൈക്ക് അത് സാധാരണ എല്ലാ കുട്ടികളും പറിക്കുന്നതാണ്, കുട്ടിയെ വഴക്ക് പറയണ്ട എന്നൊരു ആക്ഷനിലേക്ക് കുട്ടി എത്തണമെങ്കിൽ നമ്മളത് ക്ലാസ് റൂമിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുത്താലാണ് പറ്റുക. അതായത് അത്തരം ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഭയങ്കര ഈ എപ്പോഴും ആ ഡൊമൈൻസ് എല്ലാം മൈൻഡിൽ നിൽക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മാമ്പഴം എന്ന് പറയുന്ന പോയമാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം അത്രയും ഹയർ ലെവൽസിലേക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഹയർ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും പ്രോപ്പർ ആയിട്ടൊരു വിഷൻ ഉള്ള ടീച്ചറിനാണ്, നന്നായിട്ട് പെഡഗോജിക് അനാലിസിസ് നടത്തിയ ടീച്ചറിനാണ്. ഓക്കെ, it helps the place of any unit of the textbook in the structure of the subject. അപ്പം ലൂസ് ആയിട്ട് യൂണിറ്റ്സ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോഴ്സിനകത്തുള്ള കോഴ്സിനകത്തുള്ള സ്മോളർ യൂണിറ്റ്സ് ആണ് യൂണിറ്റ് എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ സ്മോൾ യൂണിറ്റ്സ് ഒരിക്കലും ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ഒരു ടെക്സ്റ്റ് ബുക്കിന്. നമുക്കത് പ്രോപ്പർലി വീവ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു ടുവേർഡ്സ് അച്ചീവിങ് സം കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഓരോ യൂണിറ്റിന്റെയും ആവശ്യം ഇതാണ്, ഓരോ യൂണിറ്റും ഇന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണുള്ളത്, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി എടുക്കാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ അതിന്റെ അതിന്റെ പിന്നിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ചിലപ്പം ചില യൂണിറ്റ്സ് എല്ലാം ഇങ്ങനെ ലൂസ് എൻഡ്സ് ആയിട്ട് കിടക്കും. അപ്പൊ എപ്പോഴും ഒരു വെൽ നീറ്റ് സാധനമായിട്ട് നമുക്കൊരു ലെസൺ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ പെഡഗോജിക് അനാലിസിസ് നടത്തുമ്പോഴാണ്.
It creates the attitude in the teacher trainee for deciding the training strategies according to the different levels of students. അത് ഒരു BA ട്രെയിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സംഭവമാണ്. ഒരു ടീച്ചർ ട്രെയിനിക്ക് എപ്പോഴും എന്തൊക്കെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് ലൈക് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുമ്പോഴാണ് പറ്റുക. സോ ഡിഫറെന്റ് ഓരോ ലെവൽസ് ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പെഡഗോജിക് അനാലിസിസ് എന്താണ്? 7:30 വരെ എനിക്ക് ക്ലാസ് ഇല്ലേ, ലൈക് 6:30 തുടങ്ങിയത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് എന്താണ് പെഡഗോജിക് അനാലിസിസിന്റെ, എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഇതിന് ഈ സിഗ്നിഫിക്കൻസിലും അങ്ങനെ ചോദിക്കാൻ മേ ബി പോയിന്റ്സ് ഒക്കെ തന്നിട്ട് അതൊക്കെ നിങ്ങൾ ഇപ്പം ഇത്രയൊക്കെ കേട്ടാൽ മതി. പെഡഗോജിക് അനാലിസിസ് ഇതിനകത്തൊരു ഫെർദർ ലേണിംഗ് തന്നെ നിങ്ങൾ നടത്തണോന്നുള്ളത് നടത്തേണ്ട ആവശ്യമില്ല ബേസിക്കലി. ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഞാൻ പറഞ്ഞത് മാത്രമാണ്. പിന്നെ ഇതിനകത്തുനിന്നൊക്കെ എന്താ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഞാൻ കുറെ പഴയ BEd സാധനം ഒക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കിയ ഒരു നോട്ടാണിത്. ഇതൊന്നും ഫർദർ ആയിട്ട് ഒന്നും ചോദിക്കുമെന്ന് എന്റെ ഒരു ഇതിൽ തോന്നുന്നില്ല. എന്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് 1-2 മറ്റേ കേറ്ററ്റിന്റെ ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം ഇപ്പം കുറച്ചും കൂടെ എനിക്ക് റെഫർ ചെയ്യാൻ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയിടത്തോളം ഒന്നും അങ്ങനെ ഈ ഒരു ഇതല്ലാതെ വേറൊന്നും ചോദിച്ചും കാണുന്നില്ല. ഐ കീപ് ലുക്കിംഗ്, എന്തെങ്കിലും വേറെ ഫെർദർ ക്വസ്റ്റ്യന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ഐ കീപ് ലുക്കിംഗ്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഓക്കെ, അത് ഈ ബ്ലൂംസ് ടാക്സോണമി ഞാൻ ഇന്നലെയും മെനിങ്ങാന്നൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ എന്താണ് ഓരോ പ്രോസസ്സും എന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ആക്ഷൻ വേർബ്സ് ചോദിക്കുമ്പോൾ നമുക്കും ആ ആക്ഷൻ വേർബിന്റെ അർത്ഥവും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാല് അങ്ങനെ തെറ്റാനുള്ള സാധ്യതയില്ല. പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. ലൈക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിലും അങ്ങനെ ക്വിസും ഒന്നും വേറെ ടീച്ചേഴ്സും ഇടുന്ന കാണുന്നില്ല. കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് അതൊന്നുകൂടെ വർക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് മറ്റേ ബ്ലൂംസ് ടാക്സോണമിയിൽ കുറച്ചുകൂടെ ക്വിസസ് നിങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കാര്യം ഞാനത് നോക്കുമ്പം 4-5 പേരാണ് ആകപ്പാടെ ക്വിസ് ചെയ്യുന്നത്. അവർക്ക് തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ്സിലെല്ലാം 60%, 50% ഒക്കെയാണ് കറക്റ്റ് കിട്ടുന്നത്. വിച്ച് മീൻസ് നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വി ഹാവ് ടു ഡു മോർ ക്വിസസ് ഉണ്ടായിരിക്കും. ഇതിനകത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഇടാൻ പോലും ഒരു സാധനം ഞാൻ കാണുന്നില്ല. അപ്പൊ നമ്മള് ഫെർദർ ആയിട്ട് ഞാൻ നാളെയാണ് ക്വിസ് ഇടേണ്ട ദിവസം. സോ അതായത് ഇപ്പൊ ഇന്ന് ആരുടെ ക്ലാസ് ആണോ അവരാണ് പിറ്റേന്ന് ക്വിസ് ഇടേണ്ടത്. അതാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു ദിവസം ക്വിസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ പ്രീവിയസ് ഡേ ആരാണോ ക്ലാസ് എടുത്തത് അവരോടൊന്ന് റിമൈൻഡ് ചെയ്യുക, ആരാണോ ഇത് ക്വിസ് കിട്ടിയിട്ടില്ല എന്നൊന്ന് പറയുക. അപ്പോൾ മേ ബി അവർക്കും ഒരു ക്വിസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങളുടെ ചോദ്യം. ഓക്കെ, പിന്നെ ആരും ക്വിസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊരു ഇത് മൊത്തത്തിലുണ്ട്. അതായത് എന്തിനാണ് ഇപ്പൊ ഇത് ഇടുന്നത്, ഇവര് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ക്വിസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാര്യം ഒരാഴ്ചയായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നാളെ അപ്പൊ ഇന്ന് ഞാനാണ് ക്ലാസ് എടുത്തത്. അപ്പൊ നാളെ ഞാനാണ് ക്വിസ് ഇടേണ്ടത്. അപ്പൊ അതിനകത്ത് ഞാൻ ഇതല്ല ഇടുക, ഞാൻ ഇടുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എന്നായിരിക്കും ഞാൻ ഇടുക. എനിക്കത് നോക്കിയിട്ടും നിങ്ങൾക്ക് അത് എല്ലാം പെട്ടെന്ന് തന്നെ ഇത് ഇനീഷ്യലി ഒരു 90% പോലും കിട്ടുന്ന ഒരു ലെവലിലായിട്ടില്ല. അപ്പൊ സോ വീൽ വർക്ക് മോർ ഓൺ ദാറ്റ്. ഇതിനകത്തുനിന്ന് ആകെ ചോദിക്കാൻ സ്കോപ്പ് ഉള്ളത് ഇനിയിപ്പം എന്നാ ടെസ്റ്റ് എന്നുള്ളത് തീരുമാനിച്ചില്ലല്ലോ. അപ്പം ടെസ്റ്റ് ഇടുമ്പോഴും ഇതിനകത്തുനിന്ന് ആകെപ്പാടെ ചോദിക്കാനുള്ളത് ആ 4 സാധനം, പിന്നെ ബിഹേവിയർ, ഓരോ ടോപ്പിക്കിനും എന്താണ് ചോദിക്കുക. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ സെറ്റ് എന്ന മൈൻഡിൽ വേണം പഠിക്കാൻ. എന്താണ് ഞാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് പഠിച്ചാൽ തന്നെ യു വിൽ ബി ഏബിൾ ടു റിമെമ്പർ. ഓക്കെ, അതായത് മാക്സിമം കുഴപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം ഒരാളോട് ചോദിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നിങ്ങൾ പഠിച്ചാൽ തന്നെ യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. ഓക്കെ, അപ്പം ഇനി പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഗീവ്സ് സീരിയസ് കൺസിഡറേഷൻ ടു പീപ്പിൾ വോയിസ്. അതായത് കുട്ടിക്കായിരിക്കണം എപ്പോഴും അതിനകത്ത് ഫോക്കസ്, അല്ലാതെ ഒരു ടീച്ചറിനല്ല. അതായത് കുട്ടിയുടെ ഒപ്പീനിയൻ എന്താണ്, കുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്താണ്, കുട്ടി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പെഡഗോജിക് അനാലിസിസ് നടത്താൻ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ബിഹേവിയർ, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബിലീഫ്സ്. ഒരു മിനിറ്റ്. ഓക്കെ, സോറി. അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾസിൽ രണ്ടാമത്തത്, നമ്മുടെ പെഡഗോജിക് അനാലിസിസ് ഓൾവേസ് ഡിപ്പെൻസ് ഓൺ ദ ബിഹേവിയർ.
ബിഹേവിയർ എന്ന് പറഞ്ഞാല് കുട്ടിയുടെ ബിഹേവിയർ അല്ല, ടീച്ചറിന്റെ ബിഹേവിയർ ആണ്. ടീച്ചർ എന്ത് ചെയ്യണം, വൈ ഷുഡ് ദ ടീച്ചർ ഡു ദാറ്റ്. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഒബ്ജക്റ്റീവ് എന്താണ്, എന്തൊക്കെയാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്, കുട്ടി എന്തൊക്കെയാണ് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും വാട്ട് ദ ടീച്ചർ ഷുഡ് ഡു ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളത് തീരുമാനിക്കാം. ആൻഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ടീച്ചേഴ്സ് നോ ആൻഡ് ബിലീവ്സ് വൈ ടീച്ചേഴ്സ് ആക്ട് as they do. അപ്പം ഇത് മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എപ്പോഴും ഒരു പെഡഗോജിക് അനാലിസിസ് നടത്തുക. അതായത് ടീച്ചറിന്റെ അണ്ടർസ്റ്റാൻഡിങ്, ടീച്ചറിന്റെ നോളജ് ലെവൽ, ടീച്ചർ എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്യുന്നു, ദ ബിലീഫ് സിസ്റ്റം ഓഫ് ദ ടീച്ചർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും പെഡഗോജിക് അനാലിസിസ് നടക്കുക. അതായത് ഒരു ക്വാളിറ്റി ഓഫ് പെഡഗോജിക് അനാലിസിസ് എപ്പോഴും ഇറ്റ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ദ ബിഹേവിയർ, നോളജ് ലെവൽ ഓഫ് ദ ടീച്ചർ ആൻഡ് ദ ബിലീഫ് സിസ്റ്റം ഓഫ് ദ ടീച്ചർ. ഓക്കെ, ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാല് വൈ ദ ടീച്ചേഴ്സ് ആക്ട് ആസ് ദ ആക്ട്, അവർ എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ ബിലീഫ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത്, മറ്റേ ബിലീഫ് സിസ്റ്റം അല്ല. ഓക്കെ, ആൻഡ് ദ പെഡഗോജിക് അനാലിസിസ് ഇൻവോൾവ്സ് ക്ലിയർ തിങ്കിങ് അബൌട്ട് ലോങ് ടേം ലേണിംഗ് ഔട്ട്കം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഗോൾസ്. അപ്പം നമ്മുടെ എയിംസിനെയും ഒബ്ജക്റ്റീവ്സിനെയും എപ്പോഴും അതിനെക്കുറിച്ചുള്ള ടീച്ചറിന്റെ തിങ്കിങ്ങിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് എപ്പോഴും പെഡഗോജിക് അനാലിസിസ് ഉണ്ടാവുക. അതായത് അൾട്ടിമേറ്റ്ലി എന്താണ് കുട്ടിയിൽ ഉണ്ടാവേണ്ട ഔട്ട്കം എന്നുള്ളത് ആയിരിക്കും ആ ഒരു പെഡഗോജിക് അനാലിസിസിനെ ഇത് ചെയ്യുക. ഇറ്റ് ബിൽഡ്സ് ഓൺ പീപ്പിൾസ് പ്രയർ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം കുട്ടിയുടെ മുന്നേ ഉള്ള ലേണിംഗിൽ ആണ് നമ്മൾ ഫർദർ ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഈ ക്ലാസ് തന്നെ എടുക്കാം. അപ്പോൾ ഈ ക്ലാസ് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ബേസിക് ലെവലിലല്ല പഠിപ്പിക്കേണ്ടത്. അപ്പം കുട്ടിക്ക് നേരത്തെ ഇത്ര എല്ലാം അറിയാം, അല്ലെങ്കിൽ ഇത്ര നോളജ്, അല്ലെങ്കിൽ ഇത്ര കഴിഞ്ഞ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അതിന്റെ പുറത്താണ് ഒരു പുതിയ ടീച്ചർ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ദ പെഡഗോജിക് അനാലിസിസ് ബിൽഡ് ഓൺ ദ ലേണേഴ്സ് പ്രയർ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. ഇതിന് മുമ്പ് കുട്ടിക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതിന് അതിന്റെ മുകളിലാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ലെസൺ പ്ലാൻ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് സ്കഫോൾഡിങ് പീപ്പിൾ ലേണിംഗ്. എപ്പോഴും സ്കഫോൾഡിങ് എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ സ്കഫോൾഡ് ചെയ്യുന്നതായിരിക്കും, ആ സ്കഫോൾഡിങ് പ്രോസസ്സ് പെഡഗോജിക് അനാലിസിസിനകത്ത് ഉണ്ട്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് എ റേഞ്ച് ഓഫ് ടെക്നീക്സ് ഇൻക്ലൂഡിംഗ് ഹോൾ ക്ലാസ് ആൻഡ് സ്ട്രക്ചർഡ് ഗ്രൂപ്പ്, ഗൈഡഡ് ലേണിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. അപ്പം എപ്പോഴും നമ്മുടെ പെഡഗോജിക് അനാലിസിസ് ഇൻവോൾവ്സ് ഹോൾ റേഞ്ച് ഓഫ് ടെക്നീക്സ് ഇൻക്ലൂഡിംഗ് ഗൈഡഡ് ലേണിംഗ്, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, അങ്ങനെ നമ്മുടെ ടെക്നീക്സ് എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ഹൈ ഓർഡർ തിങ്കിങ് ആൻഡ് മെറ്റാകോഗ്നിഷൻ ആൻഡ് മേക്ക് ഗുഡ് യൂസ് ഓഫ് ഡയലോഗ് ആൻഡ് ക്വസ്റ്റ്യനിങ് ഇൻ ഓർഡർ ടു ഡു സോ. അപ്പം എപ്പോഴും നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് കുട്ടിയിൽ ഹയർ ഓർഡർ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും മെറ്റാകോഗ്നിഷൻ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ പെഡഗോജിക് അനാലിസിസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അങ്ങോട്ടാണ്, ടുവേർഡ്സ് അച്ചീവിങ് ഹൈ ഓർഡർ കോഗ്നിറ്റീവ് സ്കിൽസ് ആൻഡ് മെറ്റാകോഗ്നിഷൻ. എന്താണ് മെറ്റാകോഗ്നിഷൻ? ലാസ്റ്റ് ടെസ്റ്റിലും ചോദിച്ചതാണ്, എന്താ മെറ്റാകോഗ്നിഷൻ? ആരെങ്കിലും പറയോ എന്താ മെറ്റാകോഗ്നിഷൻ? നോളജിന്റെ 4 ലെവൽസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, റിവൈസ്ഡ് ബ്ലൂംസ്. എല്ലാരും ഓണത്തിൽ അങ്ങ് പോയെന്ന് തോന്നുന്നല്ലേ? എന്താ മെറ്റാകോഗ്നിഷൻ? ഡിഫറെന്റ് ലെവൽസ് ഓഫ് നോളജ് എക്സ്ട്രാ അക്വയർ ചെയ്യുന്ന അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ എന്തോ അല്ല, നമ്മുടെ നോളജിനെ കുറിച്ചുള്ള ലേണറിന്റെ അവയർനെസ് ആണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കുട്ടിക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടല്ലോ, ഇതാണ് ഇത്രത്തോളമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരണോ മറ്റേ സ്ലൈഡ്? കാണിച്ചു തരാം. ഇത് ആ ഒരു എന്തോ അതിലേക്ക് പനിയാണോ? അതെ അതെ, കൊറോണ അല്ലല്ലോ, വാക്സിൻ ഒക്കെ എടുത്തതല്ലേ? എല്ലാം എടുത്തതാ. കൊറോണ ഒന്നുമല്ല, മഴ നനഞ്ഞിന്റെ. എന്തായിരുന്നു ഐലിമ? അല്ല, സെൽഫ് അനാലിസിസ് പോലത്തെ സംഭവല്ലേ അത്? നോക്കിക്കോ, വേഗം നോക്കിക്കോ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്താ മെറ്റാകോഗ്നിറ്റീവ് നോളജ്? നോളജ് ഓഫ് കോഗ്നിഷൻ ഇൻ ജനറൽ ആസ് വെൽ ആസ് അവയർനെസ് ആൻഡ് നോളജ് ഓഫ് വൺസ് ഓൺ കോഗ്നിഷൻ. ഒരാളുടെ, അതാണ് നേരത്തെ പറഞ്ഞത്, സെൽഫായിട്ട് എത്രത്തോളം അറിയാം എന്നുള്ളതാണ്
മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അത് എപ്പോഴും ഒരു കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മേക്ക് ഗുഡ് യൂസ് ഓഫ് ഡയലോഗ് ആൻഡ് ക്വസ്റ്റ്യനിങ് ഇൻ ഓർഡർ ടു ഡു സോ. ഡയലോഗിലൂടെയും ക്വസ്റ്റ്യനിങ്ങിലൂടെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ആൻഡ് പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് എംബെഡ്സ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവാലുവേഷൻ ടെക്നിക്സ് എംബെഡ് ചെയ്തിട്ടായിരിക്കും പെഡഗോജിക് അനാലിസിസ് നടക്കുക. ആൻഡ് ഇറ്റ് ടേക്സ് ഡൈവേഴ്സ് നീഡ്സ് ഓഫ് എ റേഞ്ച് ഓഫ് ലേണേഴ്സ് ആസ് വെൽ ആസ് മാറ്റേഴ്സ് ഓഫ് സ്റ്റുഡന്റ് ഇക്വാലിറ്റി ഇൻ ടു അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് സ്പെക്ട്രം ഓഫ് ലേണേഴ്സിനാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതിൽ ഓരോ ലെവലിലുള്ള ലേണേഴ്സിനും ഓരോ കൈൻഡ് ഓഫ് നീഡ്സ് ആയിരിക്കും. അതിപ്പോ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു KG ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം ചില കുട്ടികൾക്ക് വേഗം പഠിച്ച് ഭയങ്കര ഫാസ്റ്റ് ലേണേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. നമ്മളൊരു മാത്സ് ക്ലാസ് തന്നെ എടുത്താൽ ചില കുട്ടികൾ വേഗം പഠിച്ചിട്ട് അവർക്ക് പിന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഹയർ ലെവലിലുള്ള കുട്ടികളെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പം നമ്മൾ എപ്പോഴും പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലേണേഴ്സ്. അതേപോലെ സ്റ്റുഡന്റ് ഇക്വാലിറ്റി, അതൊക്കെ നമ്മൾ കണക്കിലെടുല്ല, ഒരു പാർഷ്യൽ ആയിട്ടൊന്നും നമ്മുടെ ഒരു ആക്ടിവിറ്റിയും പോയത്. അപ്പൊ അതിനൊക്കെ ഒരു പ്രോപ്പർ പെഡഗോജിക് അനാലിസിസ് ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നടക്കേണ്ടത്. ഓക്കെ. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയും ചോദിക്കാം. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് ഒരു മിനിമം സാധനം മൈൻഡിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാത്ത സംഭവം ഒന്നും ഇതിനകത്തുനിന്ന് ചോദിക്കില്ല. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ റൺ ചെയ്യാം, നോക്കിക്കോ ജസ്റ്റ് ഒന്ന്. അത് നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മെറ്റാകോഗ്നിഷൻ പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എപ്പോഴും നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നതിനും ഒരു പ്രശ്നവുമില്ല. പക്ഷെ എപ്പോഴും ഇതൊരു സൈഡിൽ എവിടെയെങ്കിലും ഫോണിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കീപ്പ് ഇൻ ടച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എക്സാം എന്ന് വരും എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മളിത് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എപ്പോഴും അത് കാര്യം നമ്മളെല്ലാവരും എവിടെയൊക്കെയോ വർക്ക് ചെയ്യുവാണ്, എന്തൊക്കെയോ ചെയ്യുവാണ്. അപ്പം ഇതൊരു സൈഡിൽ കൂടെയാണല്ലോ നമ്മൾ ഓടിക്കുന്നത്. അപ്പം എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നൊരു ടച്ചിൽ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സാധനത്തിനോട് പോവാം. അപ്പൊ ആ ഒരു ബുള്ളറ്റും തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാനിപ്പോ ഓർത്തിരിക്കാൻ ഒരു കാര്യം പറഞ്ഞാ മെറ്റാകോഗ്നീഷനും തേന്മാനും മുമ്പത്തെ കുതിരോട്ടം വാപ്പ് പറയത്തില്ലേ, നീ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന് നീ ആരാണെന്ന്. അതെ അതെ, അത് തന്നെയാണ്. അതാണ് മെറ്റാകോഗ്നിഷൻ കേട്ടോ. എന്തെങ്കിലും മറന്നു പോവാണെങ്കിൽ സാഹിത്യയോട് ചോദിച്ചാൽ മതി കേട്ടോ, അപ്പോഴേ സംഭവം വരും. അപ്പം ഈ 4 സംഭവം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ടൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു ബാക്കി 3 ടീച്ചേഴ്സിനും ഒക്കെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. കുറച്ചൊന്ന് പ്രോഗ്രസ് ചെയ്യുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഒരു ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സീരിയസ്നെസ്സും വേണം. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എക്സാമിന്? നാളെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നാളെ കഴിഞ്ഞിട്ട്. നാളെ അപ്പം ഒരു സാറുണ്ട്. അപ്പൊ പുള്ളി അത്യാവശ്യം ഈ എവിടേക്കാണ് വേക്കൻസി അങ്ങനെ സംഭവമൊക്കെ അറിയാമെന്നാണ് പുള്ളിയുടെ ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് നാളെയും കൂടെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അപ്പം അത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ് പഠിക്കേണ്ടത്. പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കുറച്ച് 2-3 ക്ലാസ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, പിന്നെ ഈ പിയാഷെ, ബ്രൂണ്, ഗാഗ്നെ, വൈഗോസ്കി, ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പം ഇത് നമ്മൾ 5ാമത്തെ ബുള്ളറ്റിലാണ് എത്തിയിട്ടുള്ളത്. 1, 2, 3, 4, 5. അപ്പോ നിങ്ങൾ ടെസ്റ്റ് പേപ്പർ എന്നാ വേണ്ടത്? തിങ്കളാഴ്ചയല്ലേ? മൺഡേ. ഓക്കെ. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ചത്തെ പോർഷൻസിന്റെ ടെസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, വെള്ളിയാഴ്ച അവധിയല്ലായിരുന്നോ? ഇല്ല ഇട്ടിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ ക്വിസിന്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ലൈക്ക് യു ഷുഡ് ആസ്ക് ദം, യു ഷുഡ് ഗോ ബിഹൈൻഡ് ദം. അല്ലെങ്കിൽ ചിലപ്പം എല്ലാവരും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ, അപ്പൊ അതുകൊണ്ട് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ലൈക്ക് ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു 1 വീക്ക് മൊത്തം ഒരു സ്റ്റാഗ്നന്റ് ആയതുപോലെ എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് യു ഷുഡ് ഓൾസോ പെർസ്യൂ ദം കേട്ടോ. ഈവൻ ഞാനിപ്പില്ലെങ്കിലും ജസ്റ്റ് റിമൈൻഡ് ദം ക്വിസ് ഇട്ടിട്ടില്ല എന്നുള്ളത്. മേ ബി ചിലപ്പോൾ അവർ ആക്കി വെച്ചേക്കുമായിരിക്കും, വിട്ടുപോയതായിരിക്കും. അപ്പം കീപ് ആസ്കിങ് ദം. ഓക്കെ.
നമ്മൾ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇനി പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്, ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്. അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പെഡഗോജിക് അനാലിസിസ് പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ല, ശരിക്കും അത് അറിഞ്ഞ് വെക്കേണ്ടതാണ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്. അപ്പം ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ആ ഒരു വേർഡ് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് പ്ലാനിങ് അവർ ക്ലാസ് എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ലൈക്ക് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഈ പെഡഗോജിക് അനാലിസിസ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി. എന്താണ് വാട്ട്സ് എ ഡെഫിനിഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വാട്ട് ടു ടീച്ച് ആൻഡ് ഹൗ ടു ടീച്ച് ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. എന്താണ് ഞാൻ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഐ ഷുഡ് ടീച്ച് എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. വിച്ച് മീൻസ് പ്ലാനിങ് ദ ഇൻസ്ട്രക്ഷൻ, അതാണ് സാധനം. Helps the teacher to construct goals, objectives, instructional and assessment methodology for the classroom. അതാണ് ടീച്ചറിന്റെ ഗോളും ഒബ്ജക്റ്റീവും. ഇൻസ്ട്രക്ഷന്റെ മെത്തഡോളജി എന്തായിരിക്കണം, ഇവാലുവേറ്റ് ചെയ്യേണ്ട മെത്തഡോളജി എന്തായിരിക്കണം എന്നൊക്കെ ടീച്ചറിനെ ചൂസ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാനിങ് ആണ്. ബേസിക്കലി പെഡഗോജിക് അനാലിസിസ് തന്നെയാണ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാല്. പക്ഷെ പ്ലാനിങ്ങിനകത്തുള്ള ഒരു പ്രോസസ്സാണ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളും പ്ലാനിങ്ങിനകത്ത് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ്, ഇവാലുവേറ്റിംഗ്, മാനേജിംഗ് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ഡ്യൂറിങ് ദ ക്ലാസ് റൂം പ്രോസസ്. എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് നമ്മളുടെ ടീച്ചിങ് നമ്മൾ എന്ത് പ്രോസസ്സിലൂടെയാണ് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാനും നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക്കും സയന്റിഫിക് ആയിട്ടുമുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് റീഡ് ദ സെന്റൻസ് ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്, evaluating the instructional process and managing the instructional process during the classroom process. Classroom processൽ ഇൻസ്ട്രക്ഷൻ മാത്രമല്ല ഉള്ളത്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിസ് ഓഫ് ദ കോഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ നമ്മുടെ കോഴ്സിന്റെ ബേസ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടതാണ് ഏറ്റവും പ്രൈമറി കാര്യം. നമ്മുടെ ടീച്ചറുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിസ് ഓഫ് ദ കോഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഓരോ ഇതിനും ഓരോ അജണ്ട ഉണ്ടാവും. നമ്മൾ ഓരോന്നും കുട്ടികളിൽ ഓരോ നോളജും ഇൻഫർമേഷനും നമ്മൾ ഡെലിവർ ചെയ്യുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഒരു കോഴ്സ് പ്ലാൻ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമിൻ വാട്ട് കണ്ടന്റ് ഇസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോഴ്സ് കൺസേണിങ് സെറ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ കണ്ടന്റും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിപ്പം ഒരു ടീച്ചറിന്റെ ലെവലിൽ നിന്ന് ആലോചിക്കേണ്ട, ഇപ്പൊ ഒരു ബോർഡിന്റെ ലെവലിൽ നിന്ന് ആലോചിച്ചു, ഇപ്പം NCERTയുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പം ഇന്നതൊക്കെയാണ് ഈ ഒരു ഏജ് ഉള്ള കുട്ടി ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഔട്ട്കംസ് ആണ് ഒരു ഗ്രേഡ് 5 ഒരു ലേണർ അറ്റൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന് എന്തെല്ലാം കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് നടക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കംപ്ലീറ്റ് ദ സബ്ജക്ട് മാറ്റർ അറ്റ് ദ സ്പെസിഫൈഡ് ടൈം. അപ്പൊ ഒരു പർട്ടിക്കുലർ കരിക്കുലം ഇത്രയാണ് ടൈം, ഒരു ഫസ്റ്റ് ടേമിൽ ഇത്ര മാസമുണ്ട്, ഇത്ര അവേഴ്സ് ഉണ്ട്, അപ്പം അതിൽ നമുക്ക് എന്തെല്ലാം ഡെലിവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങിൽ ഫെയിലിയർ വന്നതുകൊണ്ടാണ് നമ്മുടെ MA കോഴ്സസ് ഒക്കെ ആ ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് തീരാത്തതും കുട്ടികൾ സമ്മറി വായിച്ച് MA ഫിനിഷ് ചെയ്യുന്നതിന്റെയും കാരണം ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങിൽ വന്ന ഫെയിലിയർ ആണ്. അതായത് നമുക്ക് ആ ടൈം ലിമിറ്റിൽ തീരുന്നതിലും കൂടുതൽ സബ്ജക്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ക്വാളിറ്റിയും അതനുസരിച്ച് കുറയും. when there is a failure in instructional planning. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എത്രത്തോളം സബ്ജക്ട് മാറ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മൾ എടുക്കുന്ന സബ്ജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് നടത്തിയാലാണ് പറ്റുക. ഇനി ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ്. ആദ്യത്തേത് കോഴ്സ് പ്ലാൻ. മൂന്ന് ടൈപ്പാണുള്ളത്. ആദ്യത്തേത് കോഴ്സ് പ്ലാൻ ആണ്.
കോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ വിച്ച് പ്ലാനിങ് ഓഫ് ദ ഹോൾ കണ്ടന്റ് ക്യാൻ ബി ഡൺ ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ കോഴ്സ്. അതാണ് ഒരു ലാർജർ ഇതിൽ വരുന്ന ഒരു സംഭവമാണ് കോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതായത് അത് ലൈക്ക് ടീച്ചേഴ്സ് ആയിരിക്കില്ല ചെയ്യുക, മേ ബി ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ NCERT SCERT ഒക്കെ ആയിരിക്കും ആ ലെവലിലുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ചെയ്യുക. അവര് ഹോൾ കണ്ടന്റ് പ്ലാൻ ചെയ്യുക എന്നുള്ള സംഭവമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കണ്ടന്റ്, സ്കിൽസ് ആൻഡ് സംടൈംസ് വാല്യൂസ് ടു ബി ടോട്ട് ഫോർ ദ എൻറ്റയർ കോഴ്സ് മുഴുവൻ. അതായത് ഇപ്പോൾ grade 5 എന്തൊക്കെ കണ്ടന്റ് ആണ് ഡെലിവറി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടന്റ്, എന്തൊക്കെ സ്കിൽസ് ആണ് കുട്ടി അറ്റൈൻ ചെയ്യേണ്ടത്, എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള പ്ലാൻ അടങ്ങുന്ന ഒരു സംഭവമാണ് കോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതൊരു ലോങ് റേഞ്ച് ടീച്ചർ ഗൈഡാണ്. ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു കോംപ്രിഹെൻസീവ് ആയ ഒരു സാധനമാണ് കോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അതിന്റെ ഒരു സ്മോളർ സംഭവമാണ് യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ടീച്ചർ ഓൺലി ആഫ്റ്റർ ദ കോഴ്സ് പ്ലാൻ. കോഴ്സ് പ്ലാൻ ആക്കിയതിന് ശേഷം മാത്രമാണ് യൂണിറ്റ് പ്ലാൻ ആക്കാൻ പറ്റുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ലെസൺസ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ലോങ്ങർ ദാൻ എ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാനിനെക്കാളും ഒരുപാട് ലെസൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. യൂണിറ്റിനകത്ത് എപ്പോഴും ഒരുപാട് നിങ്ങൾ നമ്മുടെ 10ലെയും 11ലെയൊക്കെ ടെക്സ്റ്റ് ബുക്ക്, കേരള സിലബസ് ടെക്സ്റ്റ് ബുക്ക് ഓർത്താൽ അറിയാം, ഒരു യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റിനകത്ത് മേ ബി ഒരു സ്റ്റോറിയും ഒരു പോമും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോസും അങ്ങനെ എന്തെങ്കിലും മേ ബി ഒരു ഒരു പ്ലേയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു യൂണിറ്റിനകത്ത് ഒരുപാട് ലെസൺസ് ഉണ്ടാവും. ഒരുപാട് ലെസൺസിന്റെ ഒരു സാധനമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ലാർജർ ദാൻ എ ലെസൺ പ്ലാൻ. It is 5 sections: introduction, objectives, contents, hints for teachers, and evaluation. യൂണിറ്റ് പ്ലാന്റെ 5 സെക്ഷൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതായത് യൂണിറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പ്ലാനിന്റെ ഇൻട്രൊഡക്ഷൻ. ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ആ യൂണിറ്റ് കൊണ്ട് എന്തെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടന്റ്സ് ഉണ്ടാവും, ഹിൻസ് ടീച്ചേഴ്സിനുള്ള ഹിൻസ് ഉണ്ടാവും, ഇവാലുവേഷൻ സംഭവം ഉണ്ടാവും. അതായത് നിങ്ങൾ എനിക്ക് സ്കൂൾസിലൊക്കെ പഠിപ്പിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എപ്പോഴും ഈ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലാണെങ്കിൽ ഒരു ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യും. അതൊന്നും എടുത്ത് നോക്കിയാൽ ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ. ഇപ്പം ഞാൻ മാത്സിന്റെയാണ് കണ്ടിട്ടുള്ളത്, ഇംഗ്ലീഷിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ എന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ഒരു 1-2 ചാപ്റ്റർ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു പോയമും ഒരു ഫിക്ഷനും ഉണ്ടാവും. അപ്പം അത് മൊത്തത്തിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിനകത്തുള്ള കണ്ടന്റ്സ് അപ്പം നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടീച്ചേഴ്സ് അപ്പം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും എപ്പോഴും ഒരു യൂണിറ്റ് പ്ലാനിനകത്ത്. ടോപ്പിക് ആണ് യൂണിറ്റ് പ്ലാനിന് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ സെറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കണം. നമ്മൾ ഇതെല്ലാം BEdന് പഠിച്ച കാര്യങ്ങളാണ്, ഇത് ഞാൻ വീണ്ടും പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇപ്പൊ പഠിക്കുമ്പം ക്വസ്റ്റ്യൻ സെറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് ക്വസ്റ്റ്യൻ സെറ്ററിന്റെ PSCയുടെ HSAയുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡിൽ പഠിക്കുക. അപ്പൊ ടോപ്പിക് ആണ് ഒരു യൂണിറ്റ് പ്ലാനിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടോപ്പിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലെസൺ പ്ലാൻ പഠിക്കാനുണ്ട്, കുറെ സംഭവം ഇന്നത്തെ പഠിക്കാനുണ്ട്. അപ്പം ഇന്നിപ്പം 7:35 നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. നാളെ ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് കൂടുതലും ബ്ലൂംസ് ടാക്സോണമി എന്ന് വെച്ചിട്ട് ഒരു ക്വിസ് ഇടാം. പിന്നെ ടെസ്റ്റ് പേപ്പർ മൺഡേ ആയിരിക്കും, ഇതും കൂടെ കാണുമേ ടെസ്റ്റ് പേപ്പറിന്. ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ ബ്ലൂംസ് ടാക്സോണമി തന്നെ ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിന്റെ PDF ഉണ്ടല്ലോ. അപ്പോ അത്രയൊക്കെയാണ് ഇന്നത്തെ സംഭവം. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. മൺഡേ എനിക്ക് ആരാ ക്ലാസ് എടുക്കാന്ന് ഉറപ്പില്ല, ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ ജിതിനായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കൂടെ. പക്ഷെ ഈ ഇന്ന് പഠിച്ച ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങും പെഡഗോജിക്കൽ അനാലിസിസിന്റെ PDF ഞാൻ ഇന്ന് ഇടാം. അതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവുക. ക്വിസും അതെല്ലാം ബ്ലൂംസ് ടാക്സോണമി കുറച്ച് കൂടുതൽ ഇടാൻ ഞാൻ, കാരണം അതിനകത്താണ് എനിക്ക് നിങ്ങളൊരു തൃപ്തി വരാത്തത്, എനിക്കും നിങ്ങൾക്കും തൃപ്തി വരാത്ത അതിനകത്താണ്. അപ്പൊ അത് നമുക്ക് വെച്ചിട്ടിടാം. ഓക്കെ, അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ സെഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണേ, മിസ്സാക്കരുത്. ഞാൻ ആ മനുഷ്യന്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നാളത്തെ സെഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ക്ലാസ് ഇല്ല. 7 to 8 ഈ പുള്ളിയുടെ ഓറിയന്റേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും HSA കിട്ടിയ ആളുകളെ പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ എനിക്കൊന്ന് മുട്ടിച്ച് തന്നാൽ നമുക്ക് സെഷൻസ് ആയിട്ട് എടുക്കായിരുന്നു, വരുന്ന സാറ്റർഡേയ്സും എല്ലാം. അവർക്കൊക്കെ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും, നമുക്ക് അതിനകത്ത് ലേൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്തായാലും അച്ചീവ് ചെയ്തവരാണല്ലോ,
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ അറിയാം, സാഹിത്യം എനിക്ക് ഒരാളെ തന്നായിരുന്നു. അതേപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 1-2 പേരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് വരുന്ന 2 ആഴ്ചത്തേക്ക്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ, ട്രാക്ക് ലൂസ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ ബൈ.